ഈ രാവിലെ എണീറ്റ് പൗഡറൊക്കെ ഇടുന്ന സമയം എത്ര മണിയാണെന്നറിയാമോ? രാവിലെ ഒരു 5 മണിയാണ് കേട്ടോ. കാരണം ഇന്ന് രാവിലെ നമ്മൾ ട്രിപ്പ് പോവുകയാണ്. ആരൊക്കെ ആയിട്ടാണ് പോകുന്നതെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. ഒരുങ്ങുന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും പാടുള്ള പരിപാടി ഏതാ? എനിക്കിതാ ഈ കണ്ണെഴുത്താണ്. പണ്ട് ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ അമ്മകളിലും താഴെ ഒക്കെ വലിച്ചു വാരി കരി എഴുതാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആ മെനക്കേട് ഓർത്തിട്ട് ഞാൻ മേളിൽ മാത്രം ഐലൈനർ എഴുതുകയാണ് പതിവ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നാമത് അവിടെ ഫോണും ഇരിക്കുന്നു, വീഡിയോയും എടുക്കണം, കണ്ണും എഴുതണം, ഇതെല്ലാം കൂടെ നടത്തുകയാണ് രാവിലെ. അതും 5 മണിക്ക് എണ്ണീറ്റിട്ട് ആദ്യം കുറച്ച് എഴുതും, പിന്നെ കുറച്ച് മായ്ക്കും. ഇത് തന്നെയാണ് എവിടെ പോകാൻ ഞാൻ കണ്ണെഴുതിയാലും നടക്കുന്ന ആദ്യത്തെ പരിപാടി. അങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ 2 സൈഡും ഒരേ കണക്കാക്കിയിട്ട് പിന്നെ ലിപ്സ്റ്റിക് ഇടലായി. ലിപ്സ്റ്റിക്കാണ് എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം എന്ന് പറയുന്നത്. പണ്ട് ഞാനാണെങ്കിൽ ബ്രൗൺ കളർ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടത്തുള്ളൂ. കാരണം ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇട്ടിട്ടില്ലേന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊരവസ്ഥയെ മാത്രമേ ആൾക്കാർക്ക് തോന്നാൻ പാടുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ഇനി കൺഫ്യൂഷൻ ഏത് കമ്മലിടണമെന്നുള്ളതാണ്. ഉടുപ്പിൽ വെള്ളയും നീലയും ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊരു നീല കമ്മലങ്ങ് ചാർത്തി. ഒരു സ്റ്റഡായിരുന്നു. പിന്നെ മുടി കെട്ടുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല. കാരണം ഞാൻ എവിടെ പോയാലും ഇപ്പോൾ ഇങ്ങനെയാണ് കെട്ടാറുള്ളത്. ഒരു ലേസ് ഉള്ള കണക്കൊരു ബണ്ണുണ്ടല്ലോ, ഒരു സാധനം വെച്ച് മുടി അങ്ങ് കെട്ടും. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളുപ്പിന് 5 മണി ആയിട്ടേ ഉള്ളൂ. ഞങ്ങളൊരു 5:30 5:45 ആയപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഏട്ടാ കിളിയുടെ സൗണ്ട് കേട്ടോ. ഞങ്ങൾ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പുത്തൂർ പാർക്ക് ചെയ്തു. ഈ ഒരു മരത്തിൽ നിറച്ച് കിളികളായിരുന്നു കേട്ടോ. ആ ഒരു വെളുപ്പാങ്കാലത്ത് അവരുടെ ആ ഒരു ഒച്ച കേട്ടില്ല, എന്തൊരു അലപ്പാരെന്നറിയാമോ? ദൈവമേ, എന്നേക്കാൾ അലപ്പാരെന്ന് തോന്നി. അങ്ങനെ താണ്ടെ ഞങ്ങൾ പുത്തൂർ എത്തിയിട്ടുണ്ട്. ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് പറയാം. ഏട്ടൻ്റെ ഓഫീസിൽ നിന്നുള്ളൊരു ട്രിപ്പാണ് കേട്ടോ. അത് വാഗമണിലോട്ടാണ്. അപ്പം സ്റ്റാഫുകളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഏട്ടൻ്റെ ഭാര്യ എന്ന നിലയിൽ ഞാനും കൂടെ പോവുകയാണ്. പുത്തൂരോടായിരുന്നു വണ്ടി പോയത്. അപ്പോൾ ഞങ്ങൾ പുത്തൂർ വന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഏട്ടനും രാവിലെ പുത്തൂർ വന്ന് നിന്നു. ഞങ്ങൾ താണ്ടേ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഏട്ടൻ്റെ ഓഫീസിലെ മാഡത്തിൻ്റെ റിട്ടയർമെൻറ്റായിട്ട് റിലേറ്റ് ചെയ്ത് മാഡം തന്നെ കോർഡിനേറ്റ് ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താണ്ടൊരു കടയിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാരും പിന്നെ അവരുടെ റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് അനുജ എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അതുകൊണ്ട് എനിക്ക് ഏട്ടൻ്റെ ഫ്രണ്ട്സ് എന്നല്ലേ എനിക്ക് കണ്ട് നല്ല പരിചയമുള്ളത് അനുജയായിരുന്നു. അങ്ങനെ നല്ല പൂരി മസാലയൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു മൂഡായിരുന്നു. കാരണം ഞങ്ങളുടെ ആ ഒരു അപരിചിതത്വം ഒക്കെ അങ്ങ് മാറി. എല്ലാവരും നല്ല കൂട്ടായി ആ ഒരു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനെ ഞങ്ങൾ തരികിട പരിപാടിയൊക്കെ തുടങ്ങി. ഏട്ടൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ആദ്യം ഒരു ചമ്മലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ എല്ലാവരുമായിട്ട് നല്ല കൂട്ടായി കേട്ടോ. ഇപ്പം നമ്മൾ കുറേ നാളായി ഈ ട്രിപ്പ് പോയിട്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിതെല്ലാം നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ഡാൻസ് കളിക്കാൻ അനുജ ഇറങ്ങി. പിന്നെ ഞാൻ ആ നാണക്കേടൊക്കെ മാറ്റി വെച്ചിട്ട് ഞാനും ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഓരോരുത്തരെയായി പിടിച്ചിറക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരത്തെ അടിച്ചുപൊളിക്ക് ശേഷം ഞങ്ങൾ നേരെ വാഗമണുള്ള പാഞ്ചാലിമേട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ട തൊപ്പിയും കാര്യങ്ങളൊക്കെ മേടിക്കുകയാണ്. ഞാനും ഒരു തൊപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാഞ്ചാലിമേടിൻ്റെ കവാടത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി അകത്തോട്ട് കയറണം. ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ റേറ്റൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പം ഞങ്ങൾ താണ്ട് അകത്തോട്ട് കയറുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്നവർ ഒന്നെങ്കിൽ ഒരു സൺറൈസ് ടൈം അല്ലെങ്കിൽ ഒരു സൺസെറ്റ് ടൈമിലൊക്കെ വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാം. അല്ലെങ്കിൽ ഇതേ കണക്ക് വെയിലത്ത് തൊപ്പിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഏതോ ഒരു കുന്നിൻ്റെ മേളിലോട്ട് സൂപ്പറാന്ന് പറഞ്ഞ് ഏട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എല്ലാവരും കയറുന്ന കണ്ടു. അതുകൊണ്ട് ഞാനും കയറിയേക്കാന്ന് കരുതി.
അന്ന് ഞാൻ ആദ്യമായിട്ടായിരുന്നു പാഞ്ചാലിമേട് വരുന്നത്. കാണാൻ നല്ല കാഴ്ചയാണ് കേട്ടോ. കാരണം ഈ ഒരു മലയും അതിന് ചുറ്റും ഈ പച്ചപ്പും ഒക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഏട്ടനാണെങ്കിൽ എവിടെ പോയാലും എന്നെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. കാരണം എവിടെയെങ്കിലും പോകാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വരുന്നില്ല എന്ന് പറയുമോ, അപ്പോഴേ നമ്മൾ പെട്ടി പാക്ക് ചെയ്യും. നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ണിലൂടെ ആ കാഴ്ച കാണുന്നതിനേക്കാളും എനിക്ക് ഫോണിലൂടെ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കണ്ട കാഴ്ചകൾ കുറച്ചുകൂടെ ഭംഗിയുള്ളതായിരുന്നു. കാരണം ഈ ഒരു വൈഡ് ആംഗിളിൽ ഇങ്ങനെ ആ ഒരു പച്ചപ്പ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നേ? അവിടെ കുറേ ബെഞ്ചസ് ഒക്കെ ഉണ്ട് നമുക്കിങ്ങനെ വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ. പക്ഷേ ഈ ഉച്ച സമയത്ത് അത് പറ്റത്തില്ല. നമ്മൾ രാവിലെയോ വൈകിട്ടോ ഒക്കെ വരുന്നതാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഈ പരിപാടി മൊത്തം സ്പോൺസർ ചെയ്തേക്കുന്നത് അഥവാ ഗ്രീൻ സാരി, അതാണ് ഗംഗ മാഡം. പുള്ളിക്കാരിയാണ് ഇപ്പോൾ റിട്ടയർ ആയത്. അപ്പം മാഡത്തിൻ്റെ ഒരു ട്രീറ്റ് എന്ന രീതിയിലായിരുന്നു ഈ ഒരു ട്രിപ്പ് ഫുള്ള്. പിന്നെ നമ്മൾ പോകെ ഓരോരുത്തരായിട്ട് കമ്പനിയായി. ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയുടെ മോനാണിത്, ശബരി. പിന്നെ പുറകെ വരുന്നത് സാറാണ്. അതൊക്കെ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. എല്ലാവരുടെയും പേരൊക്കെ അന്ന് പറഞ്ഞതാണ്, പക്ഷേ ഞാൻ മിക്കവരുടെയും പേര് മറന്നുപോയി. പക്ഷെ എനിക്ക് ശബരിയെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പാഞ്ചാലിമേടൊക്കെ കണ്ട് വീണ്ടും ഞങ്ങൾ വണ്ടി കയറി അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. അതിന് മുന്നേ കുറേ കേക്കും കാര്യങ്ങളൊക്കെ കിട്ടി. എല്ലാവരും ഓരോ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. അടുത്തതായിട്ട് നമ്മൾ വാഗമണി പോകുന്ന സ്പോട്ട് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പൈൻ ഫോറസ്റ്റ് ആണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെയൊക്കെ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴി ഇത് കണക്ക് ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് കരുതി നമ്മൾ നേരെ ദാണ്ടെ പൈൻ ഫോറസ്റ്റിലെത്തി. അവിടെ ചെന്നപ്പോൾ ദൈവമേ നല്ല രസമാണ്. പിന്നെ ഈ പുറത്തുള്ള വെയിലും ചൂടും ഒന്നും ഇതിനകത്തറിയത്തില്ല. കാരണം ഈ മരങ്ങളുടെ ഒരു നിഴലാണ് അവിടെ മൊത്തം. അതുകൊണ്ട് ഇതിന് പുറത്തുള്ളൊരു ക്ലൈമറ്റും ഇവിടുത്തെ അകത്തുള്ളൊരു ക്ലൈമറ്റും ഡിഫറൻ്റ് ആണ്. സത്യത്തിൽ ഞങ്ങൾ ഇതിനകത്ത് ചെന്നിട്ട് ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തില്ല. എനിക്ക് ഫോട്ടോസ് എടുക്കുന്നതിലായിരുന്നു കൂടുതൽ താല്പര്യം. കാരണം അത്രയ്ക്ക് ഭംഗിയായിരുന്നു ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചയെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും കുറേ ഫോട്ടോസും എടുത്തു. ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പൈൻ ഫോറസ്റ്റ് ഒക്കെ വിശാലമായിട്ട് കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അവിടെ അടുത്ത് തന്നെയുള്ള കാവാലം റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് ഹോട്ടൽ കാവാലം അങ്ങനെയായിരുന്നു പേര്. എന്താ ഈ ഒരു കടയിലാണ് ഞങ്ങൾ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് പേര് ബിരിയാണിയും അതുപോലെ തന്നെ ഊണും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഊണായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ സ്പെഷ്യലായിട്ടൊരു ചമ്മന്തി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണക്കമീനും ഉണക്കൊഞ്ചും ഒക്കെ വെച്ച് പൊടിച്ചത് ഈ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നല്ല തിരക്കുള്ള സമയമായിരുന്നു. എങ്കിലും നമുക്ക് ഫുഡൊക്കെ കിട്ടി. നമ്മളൊരു 2:30-3 മണി എങ്ങാണ്ട് ആയപ്പോഴാണ് ലഞ്ച് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ അപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് കുറച്ച് പേര് ബീഫും മീനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ ബീഫ് ഫ്രൈ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ദാണ്ട് ഈ ഒരു യൂട്യൂബേഴ്സിനെ കണ്ടു. PK കപ്പിൾസ് എന്നുള്ള യൂട്യൂബേഴ്സില്ല, അവരെ കണ്ടു. ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. അവർ അടിപൊളിയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പോകാൻ കഴിഞ്ഞാൽ ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് പോയത്. ഞാൻ പുള്ളിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ടാറ്റ കൊടുത്തപ്പോൾ പുള്ളിക്കാരിയെ വിളിച്ചിട്ട് ഇതുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ തന്നു. നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. ഒരു ജാടയൊന്നും ഇല്ലാത്ത ആൾക്കാരായിരുന്നു. ഞാൻ കരുതി ഇവർക്കൊക്കെ ഭയങ്കര ജാടയായിരിക്കും എന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അടുത്ത സ്ഥലവും ബാക്കി വിശേഷങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇനി ഞാൻ കുറച്ചെടുത്ത് ഫോട്ടോസൊക്കെ കാണിക്കാം. അപ്പോൾ ഏട്ടൻ്റെ ഓഫീസിൽ നിന്നുള്ള ടൂറായിരുന്നു. അന്ന് കുറേ പേരുടെ പേരൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മിക്കവരുടെയും മറന്നുപോയി കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ് ഇതാ ഇവർ. ഷാജിത്താത്തയും അതുപോലെ തന്നെ ഷാജിത്താത്തയുടെ സിസ്റ്ററാണ് കൂടുണ്ട്. അപ്പം എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ